നമസ്കാരം. ജനുമാഷാണ്. മലയാളം പഠിക്കാം. 10-10 ഭാഗം നമ്പർ 13ലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലുറപ്പുള്ള കവിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരുടെ കവിതകളാണ്? ഉത്തരമായി വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ്, ONV, പി കുഞ്ഞിരാമൻ നായർ എന്നിവ നൽകിയിട്ടുണ്ട്. ശരി ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആണ്. എല്ലുറപ്പുള്ള കവിത എന്ന് വൈലോപ്പിള്ളിയുടെ കവിതകളെ വിശേഷിപ്പിച്ചത് PA വാര്യരാണ്. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചത് MN വിജയൻ മാഷാണ്. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. ഈ വരികൾ ഉൾപ്പെടുന്ന കവിത ഏത്? ഉത്തരം കന്നിക്കൊയ്ത്ത് ആണ്. ആകെ നേർവഴി പാലിപ്പിനാരും ആന പോലെ കടന്നു കൊയ്യൊല്ലേ, താഴ്ത്തിക്കൊയ്യുവിൻ തണ്ടുകൾ ചേറ്റിൽ പൂഴ്ത്തിത്തള്ളൊല്ലേ നെല്ലു പൊന്നാണേ, തത്ത പോലെ മണിക്കതിർ മാത്രം കൊത്തി വയ്ക്കല നീ കൊച്ചു പെണ്ണേ. ഈ വരികളും കന്നിക്കൊയ്ത്തിലുള്ളതാണ്. ചോദ്യം 3 വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ കാവ്യശകലവുമായി ബന്ധപ്പെട്ടതാണ്. ഏതു ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഈ പ്രഖ്യാത വരി ഏത് കൃതിയിലാണ്, ഏത് കവിതയിലാണ് എന്നതാണ് ചോദ്യം. ശരി ഉത്തരം വിഷുക്കണി ആണ്. വിഷുക്കണി കയ്പവല്ലരി എന്ന സമാഹാരത്തിലുള്ളതാണ്. പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ, വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതെയിരുന്നെങ്കിൽ എന്ന വരികൾ ആരുടേത് എന്ന 4ാമത്തെ ചോദ്യത്തിന് ശ്രീ അഥവാ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്നതാണ് ശരിയായ ഉത്തരം. കണ്ണീർ പാടത്തിലെ ഈ വരികളും ആ വിശുദ്ധമാം മുഗ്ധപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ എന്ന ജിയുടെ സൂര്യകാന്തിയിലെ വരിയും പരസ്പരം മാറിപ്പോകാനിടയുണ്ട്. വൈലോപ്പിള്ളിയുടെ ആത്മകഥാപരമായ കൃതി ഏത് എന്ന 5ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം കാവ്യലോക സ്മരണകൾ ആണ്. ഉരിമണിപ്പയറിനു കുഞ്ഞിനെ കൊന്നേൻ, ഉലകത്തിലെന്തിനു ഞാനിരിപ്പു, മേലിൽ ഉലകത്തിലെന്തിനു ഞാനിരിപ്പു എന്ന പ്രശസ്ത വരികൾ ഉൾപ്പെടുന്ന ചങ്ങാലിപ്രാവ് എന്ന കവിത ആരുടേതാണ്? ശരി ഉത്തരം വൈലോപ്പിള്ളി ആണ്. നിൻ കുടി ഒഴിഞ്ഞിടണമല്ലെങ്കിൽ നിൻ കുടി ഒഴിപ്പിക്കുമീ ഞാൻ. ശരി ഉത്തരം കുടി ഒഴിക്കൽ ആണ്. ഈ വരികളിൽ 1ാം വരിയിലെ കുടി എന്നതിന് മദ്യപാനം എന്നും 2ാം വരിയിലെ കുടി എന്നതിന് കുടിൽ എന്നും ഉള്ള അർത്ഥവ്യത്യാസം യമകാലങ്കാരം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. പരിചിതമല്ലോ കടലാസരണ്യത്തിൽ വ്യാപരിക്കുമീ നമ്മൾക്കീ ഹരിതമം ഹർഷം, ഉർവിയെ പുഷ്പിപ്പിക്കും കലപോൽ നമുക്കത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മന്നിൽ എന്നീ പ്രഖ്യാത വരികൾ ഉൾപ്പെടുന്ന കവിത ഏത് എന്ന അടുത്ത ചോദ്യത്തിൻ്റെ ശരി ഉത്തരം കയ്പവല്ലരി ആണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വൈലോപ്പിള്ളിയുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന ഈ വരി ഉൾപ്പെടുന്ന കവിത ഏത് എന്ന 8ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം മാമ്പഴം ആണ്. മാമ്പഴം എന്ന കവിതയെ മലയാള കവിതയുടെ നവോത്ഥാന പ്രതീകം എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 4.5 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ അനുജൻ്റെ ഓർമ്മ ഈ കവിതാരചനയുടെ പിന്നിലുണ്ടെന്ന് വൈലോപ്പിള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ കവിത കന്നിക്കൊയ്ത്ത് എന്ന സമാഹാരത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൃഥ്വിയിലന്ന് മനുഷ്യർ നടന്ന പദങ്ങളിലിപ്പൊഴധോ മുഖവാമനർ, ഇത്തിരിവട്ടം മാത്രം കാൺമവർ ഇത്തിരിവട്ടം ചിന്തിക്കുന്നവർ, മൂവടി മണ്ണിനിരന്നു കവർന്നു വധിച്ചു നശിപ്പോരൽപ്പസുഖത്തിൻ പാപകളിച്ചതു തല്ലിയുടച്ചു കരഞ്ഞു മയങ്ങിയുറങ്ങിയിടുന്നോർ.
എന്ന ക്രാന്തദർശിത്വം കാണാവുന്ന വരികൾ ഏത് കവിതയിലുള്ളതാണ്? ശരിയായ ഉത്തരം ഓണപ്പാട്ടുകാർ ആണ്. ദ്യോവിനെ വിറപ്പിക്കുമാ വിളി കേട്ടോ, മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം എന്ന വൈലോപ്പിള്ളിയുടെ ഒരു ആന കേന്ദ്ര കഥാപാത്രമായ കവിത ഏത്? ശരി ഉത്തരം സഹ്യൻ്റെ മകൻ ആണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾക്കും മലയാളം സംബന്ധിച്ച അധിക വിവരങ്ങൾക്കും malayalamjanumash.blogspot.com എന്ന മലയാളം മാഷ് ബ്ലോഗ് സന്ദർശിക്കാം. ഇതുപോലുള്ള മുൻ വീഡിയോകൾ @ജനുമാഷ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. 9446 612 400 എന്ന വാട്സപ്പ് നമ്പറിലോ janumash@gmail.com എന്ന ഇമെയിലിലോ നിർദ്ദേശങ്ങൾ അറിയിക്കാവുന്നതാണ്. നന്ദി.